ഹായ് ഫ്രണ്ട്സ്, എവർക്കും ക്രിക്ടോക്ക് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നാണ് നമ്മുടെ T20 വേൾഡ് കപ്പിലെ ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിലുള്ള ഗെയിം ആരംഭിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യക്ക് നെതർലാൻഡ് ഒരു എതിരാളിയല്ല, പക്ഷെ ക്രിക്കറ്റാണ് അല്ലേ. ക്രിക്കറ്റ് ആയതുകൊണ്ട് തന്നെ ആരെയും അട്ടിമറിക്കാം, ആരുടെ അടുത്തും അത്ഭുതങ്ങൾ കാണിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആരെയും നമ്മൾ നിസ്സാരക്കാരായിട്ട് കാണുകയും ചെയ്യരുത്. ഓവറായിട്ടുള്ളൊരു ആത്മവിശ്വാസം, ഓവർ കോൺഫിഡൻസ് ഏത് ടീമിനും തിരിച്ചടിയാവുകയും ചെയ്യും. ഇന്ന് നമ്മൾ കളിയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നമ്മുടെ സൂപ്പർ താരങ്ങളായിട്ടുള്ള ഇഷാൻ കിഷനും അതുപോലെ തന്നെ ബുംറയ്ക്കും ഇന്ത്യ ചിലപ്പോൾ ഒരു വിശ്രമം അനുവദിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇനി വരുന്ന സൂപ്പർ എയ്റ്റിൽ വരുന്ന കളികളൊക്കെ തന്നെ അത്ര ടൈറ്റായിട്ടുള്ള കളികളായതുകൊണ്ട് തന്നെ ഇവർക്ക് ഇത്ര പരിക്ക് പറ്റാതിരിക്കാനും അതുപോലെ തന്നെ അവർക്കൊരു വിശ്രമം എന്ന രീതിയിൽ ഒരു മാറ്റി നിർത്തലുണ്ടാവും. അതിന് പകരം സഞ്ജു വി സാംസൺ വീണ്ടും ഓപ്പണിങ്ങിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതിന് അശ്വദീപ് സിംഗ് ബുംറയ്ക്ക് വരാം, അല്ലെങ്കിൽ സിറാജോ ആരെങ്കിലുമൊക്കെ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും നെതർലാൻഡ്സിൽ നിന്ന് നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ബാസ് ദ ലീഡ് എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ടല്ലോ, അദ്ദേഹം നല്ലൊരു പ്ലെയറാണ്. അദ്ദേഹം ഇന്ത്യക്ക് ഒരു ഭീഷണിയൊന്നും അല്ല, എനിക്കിപ്പോലും ഇന്ത്യക്കെതിരെയും കളിക്കാൻ കഴിയുന്ന ഒരു പ്ലെയറാണ്. അതാണ് ബാൻബീക്കും അതുപോലെ തന്നെ നല്ലൊരു പ്ലെയറാണ്. അപ്പം അവർ രണ്ടുപേരാണ് അവരിൽ നിലയിൽ അല്പമെങ്കിലും ഫോമിലുള്ളതും അത്യാവശ്യം കളിക്കുന്ന പ്ലെയേഴ്സും. അല്ലാത്തവരൊക്കെ അത്ഭുതം പോലെ എന്തെങ്കിലും സംഭവിച്ചാലുള്ളതും മാത്രം. അപ്പോൾ എന്തായാലും ഓൾറെഡി സൂപ്പർ എയ്റ്റിലേക്ക് ക്വാളിഫൈഡ് ആയ ഇന്ത്യയും സൂപ്പർ എയ്റ്റിൽ കാണാതെ പ്രാഥമിക റൗണ്ടിൽ തന്നെ പുറത്തായ നെതർലാൻഡ്സ് തമ്മിലാണ് ഇന്ത്യയുടെ ഈ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന കളി നടക്കുന്നത്. എന്തായാലും ഇന്ത്യക്ക് ടോസ് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യ എന്തായാലും സെക്കൻഡ് ബാറ്റിംഗ് എടുക്കാനായിരിക്കും ശ്രമിക്കുന്നുണ്ടാവുക. നമുക്കറിയാം, നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദിലാണ് കളി നടക്കുന്നത്. അപ്പോൾ എന്തായാലും അവരെ ചെറിയ സ്കോറിൽ ഒതുക്കി ഇന്ത്യക്ക് അനായാസം ജയിക്കാൻ സാധിക്കും. ഇനി അതല്ല, ആദ്യത്തെ 2 കളികളുണ്ടായിരുന്ന പോലെ തന്നെ 2-3 കളികളുണ്ടായത് ഇന്ത്യനെ ഫസ്റ്റ് ബാറ്റിങ്ങിന് അയക്കാനാണ് ശ്രമമെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ ഒരു 200+ സ്കോർ ഉറപ്പാടും ചെയ്യും. അവരെ നല്ലൊരു മാർജിൻ തോൽപ്പിക്കാനായിട്ട് ഇന്ത്യ കഴിയുന്ന ഇന്ത്യ ഒരു ആധികാരികമായിട്ട് സൂപ്പർ എയ്റ്റിലേക്ക് പ്രവേശിക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. എന്ത് തന്നെയായാലും ഇന്നത്തെ കളി നല്ലൊരു കളിയായിരിക്കണം നയിക്കുന്നത്. പാകിസ്ഥാനെ പോലെ 1 സൈഡ് മാച്ച് ആവരുത്. കുറച്ചെങ്കിലും ഒരു ഇന്ത്യക്ക് സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു കളി, ഒരു മത്സരം നെതർലാൻഡ്സിന് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. നമുക്കറിയാം, കുറച്ച് നാൾ മുന്നത്തെ വേൾഡ് കപ്പിലൊക്കെ തന്നെ ഇംഗ്ലണ്ടിനെ വരെ അട്ടിമറിച്ച ടീമാണ് നെതർലാൻഡ്സ് വൺ ഡേ ഫോർമാറ്റിൽ. പക്ഷേ T20 വരുമ്പോൾ അത്രത്തോളം അവർ ശോഭിക്കുന്നില്ല. എന്ത് തന്നെയായാലും ഒരു മത്സരം നടക്കുന്നു ഇന്ത്യയായിട്ട്. ഇന്ത്യ എന്തായാലും പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്താൻ കിട്ടുന്നൊരു അവസരമാണ്. നന്നായിട്ട് വിനിയോഗിക്കാൻ സാധിക്കട്ടെ. അതൊരു അഭിഷേക് ശർമ്മയുടെ ഫോമില്ലായ്മ അതും ഇതിൽ പരിഹരിക്കട്ടെ. ഹാർദിക് പാണ്ഡ്യ, റിങ്കു സിംഗ്, ശുഭൻ ദുബൈ, അക്ഷർ പട്ടേൽ, തിലക് വർമ്മ ഇവരെല്ലാവരും വീണ്ടും ബാറ്റിംഗ് ശോഭിക്കട്ടെ. എന്തായാലും നല്ലൊരു ഗെയിം കാണാമെന്ന വിശ്വാസത്തോടെ നിർത്തുന്നു. കൂടുതൽ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ മാച്ച് കഴിഞ്ഞതിന് ശേഷം റിവ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.